ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ജെല്ലി മിഠായി ഉണ്ടാക്കാം കേട്ടോ, വീട്ടിൽ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ 3/4 കപ്പിൽ വെള്ളവും 1 ടീസ്പൂൺ ജലാറ്റിനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് എടുത്തിട്ടുണ്ട്, സ്ട്രോബെറി എസൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ജലാറ്റിൻ എടുത്ത് ഒന്ന് വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കുക. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കിയിട്ട് എടുത്ത് വയ്ക്കുക. അപ്പോഴേക്കും ജലാറ്റിനൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ജലാറ്റിൻ വെച്ചിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ അഗർ അഗർ ഇട്ടിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു സിലിക്കൺ മോൾഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് പാത്രത്തിലായാലും ഒഴിച്ച് വെച്ചിട്ട് കട്ടയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്താണത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ള വെള്ളവും പഞ്ചസാരയും ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ചെയ്യാൻ മാത്രം പോരാ, അതിൻ്റെ ബബിൾസൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഇട്ടിച്ച് നോക്കുമ്പോൾ ഒരു ബോൾ പരുവത്തിൽ നമുക്ക് കിട്ടണുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ കിട്ടണുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ജലാറ്റിൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് അരിഞ്ഞു പോയിട്ടുണ്ടാവും അതിനകത്ത് തന്നെ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഗ്ലാസ്സിലേക്ക് പകർത്തി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ഈക്വലായിട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിച്ചെടുക്കുക, അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ എസൻസ് ഒഴിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്ട്രോബെറി എസൻസ് ഒഴിച്ചു കൊടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ വാനില എസൻസ് എല്ലാത്തിലും ഒഴിച്ചതിന് ശേഷം ഫുഡ് കളർ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഓരോരോ ഫുഡ് കളറിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അത് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരേ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മോൾഡിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയും കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ഫ്ലേവറുകൾ ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യരുത്, ഒരു ഫ്ലേവർ ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചെയ്തത് വേറൊരു പാത്രത്തിലേക്ക് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതിൽ തന്നെ ഒഴിച്ച് വെച്ചതാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിനകത്തേക്ക് വെച്ചിട്ട് അതിനുശേഷം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുകയാണ് കേട്ടോ. എല്ലാ ലവ് ചിഹ്നവും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ പോവുകയാണ്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ലവ് ചിഹ്നം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ള ജെല്ലി മിഠായി റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയുള്ളതും കൂടി എടുക്കാം. അതുപോലെ തന്നെ പാത്രത്തിനകത്ത് ഒഴിച്ച് വെച്ചത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് വെറുതെ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഭംഗി കൂട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടേസ്റ്റ് ഇത്തിരി കൂടി മധുരം കൂടുതലായിട്ട് നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് അതിൻ്റെ ഇതിൽ ആ പൊടിയിൽ മുക്കിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പഞ്ചസാര തരിതരിയായിട്ട് കിടക്കണേൽ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ, ഒട്ടണമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും നമുക്ക് ജെല്ലി മിഠായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.